നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പാൻ കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ? നമ്മൾ പാൻ കാർഡ് എടുക്കുന്നു. പലപ്പോഴും പല സാഹചര്യങ്ങളിലും പണമിടപാടുകൾ നടത്തുന്ന സമയത്തൊക്കെ പാൻ കാർഡ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ പാൻ കാർഡിന്റെ ഉപയോഗത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഏപ്രിൽ 1 മുതൽ. ഈ വർഷം ഏപ്രിൽ 1 തീയതി മുതൽ പാൻ കാർഡിന്റെ കാര്യത്തിൽ പല മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ അപകടത്തിൽപ്പെടുത്തിയേക്കാം. അതുപോലെ തന്നെ പാൻ കാർഡ് വളരെ ക്വയറ്റ്ലി കൂടുതൽ പവർഫുള്ളും ആവാൻ പോവുകയാണ് ഈ പുതിയ മാറ്റങ്ങൾ വരുന്നതോടുകൂടി. ഞാൻ അപകടത്തിൽപ്പെടുത്തിയേക്കാം എന്ന് പറയുന്നതിന്റെ കാരണം, ചെറിയ തെറ്റുകൾ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ പണമിടപാടുകൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗിലേക്ക് അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഈ വരാൻ പോകുന്ന പുതിയ നിയമങ്ങൾ ഇനി തൊട്ട് എളുപ്പമായേക്കാം. മറ്റു ചില ആളുകൾക്ക് ഈ പുതിയ നിയമങ്ങൾ വരുന്നതോടുകൂടി അവരുടെ പണമിടപാടുകൾ കൂടുതൽ സ്ട്രിക്റ്റ് ആവാനും സാധ്യതയുണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് എന്തൊക്കെയാണ് പുതിയ പാൻ കാർഡ് നിയമങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. പാൻ കാർഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്മോൾ കാർഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ വലിയ ഒരു പങ്കാണ്, വലിയൊരു റോളാണ് ആക്ച്വലി പാൻ കാർഡ് വഹിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഏപ്രിൽ 1 തീയതി തൊട്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ചെറിയ ട്രാൻസാക്ഷനുകൾക്ക് ഇനി മുതൽ പാൻ ആവശ്യമില്ല. ചെറിയ പണമിടപാടുകൾ നടത്തുന്ന സമയത്ത് ഇനി പാൻ കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചേഞ്ച്. മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ സ്ഥലത്തും പാൻ കാർഡ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു വാഹനം നമ്മൾ വാങ്ങുന്ന സമയത്ത്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ മുറി നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ പണമിടപാടുകൾ നടത്തുന്ന സമയത്തൊക്കെ പല സ്ഥലത്തും പാൻ കാർഡിന്റെ ഉപയോഗം നമുക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 1 തൊട്ട് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ആദ്യത്തെ വെഹിക്കിൾ പർച്ചേസ് റൂൾ, അതായത് നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ പേയ്മെന്റും ട്രാൻസാക്ഷനും നടത്തുന്ന സമയത്ത് ഈ ഡീലർമാർക്ക് നിങ്ങളുടെ പാൻ കാർഡ്, പാൻ നമ്പറൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പുതിയ നിയമം വരുന്നതോടുകൂടി ഏപ്രിൽ 1 തൊട്ട് 5 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണ് നിങ്ങളുടെ വാഹനത്തിന്റെ മൂല്യം എങ്കിൽ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. പലപ്പോഴും നമ്മൾ ബൈക്കോ സ്കൂട്ടറോ ഒക്കെ വാങ്ങുമ്പോൾ 5 ലക്ഷം വരെ ചിലവാക്കേണ്ട ഒരു ആവശ്യം സാധാരണ ഉണ്ടാവാറില്ല. ഈ 5 ലക്ഷം രൂപയ്ക്ക് കുറവുള്ള ഏത് വാഹനം വാങ്ങുന്ന സമയത്തും പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് വരാൻ പോകുന്ന പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ റൂളിലും മറ്റൊരു മാറ്റം വന്നിരിക്കുകയാണ്. മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു വസ്തു ഇടപാട് നടത്തുന്ന സമയത്ത് 10 ലക്ഷം രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ പാൻ കാർഡ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതായത് 10 ലക്ഷത്തിന് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു സബ്മിറ്റ് പാൻ കാർഡ്. പക്ഷേ പുതിയ നിയമം വരുന്നതോടുകൂടി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ നടത്തുന്ന സമയത്ത് മാത്രമേ, പ്രോപ്പർട്ടി ഇടപാടുകൾ നടത്തുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ എന്നതാണ് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം. ഇതിന്റെ ഒരു തൽഫലമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ വസ്തു ഇടപാടുകൾ കൂടുതൽ ഈസി ആകുന്നു. അതുപോലെ തന്നെ വലിയ വസ്തു ഇടപാടുകൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോട്ടൽ ബില്ലുകളും വലിയ ക്യാഷ് പേയ്മെന്റുകളും ചെയ്യുന്ന സമയത്തുള്ള പാൻ കാർഡ് ഉപയോഗത്തിന്റെ രീതിയിൽ മാറ്റം വരാൻ പോവുകയാണ്. അതായത് ഇതുവരെയുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ വാടക 50,000 രൂപയോ അതിന് മുകളിലോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി ഹോട്ടൽ ബില്ല് പേയ്മെന്റിന്റെ സമയത്തും അതുപോലെ തന്നെ ക്യാഷ് ഇടപാടുകൾ നടത്തുന്ന സമയത്തുമുള്ള ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 50,000-ൽ നിന്നും 1 ലക്ഷം രൂപയാക്കി മാറ്റിയിരിക്കുന്നു. അതായത് 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ. സോ ഇതിന്റെ ഗുണം എന്താണ്? നമ്മുടെ ഡേ ടു ഡേ സ്പെൻഡിങ്ങിന് വളരെ കുറഞ്ഞ റെസ്ട്രിക്ഷൻ മാത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഗവൺമെന്റ് ഇവിടെ ആക്ച്വലി സ്മാർട്ട് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ചെറിയ പണമിടപാടുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പാൻ കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഈ ഒരു പുതിയ നിയമം വരുന്നതോടുകൂടി വലിയ ഇടപാടുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാക്കുകയും, അല്ലെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാക്കുന്നതിലൂടെ ഈ ഒരു വലിയ ഇടപാടുകൾ കൂടുതൽ ടൈറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും കൂടുതൽ ടൈറ്റ് ആയിട്ട് ഒഫീഷ്യൽസിന് ട്രാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ നിയമം വരുന്നതോടുകൂടി പണം ഡെപ്പോസിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് ഡീൽ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയോ അതിന് മുകളിലോ ഉള്ള ക്യാഷ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ പാൻ കാർഡ് വഴി റിപ്പോർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധ്യമാണ്. ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും ഇത് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സർട്ടൈൻ ലിമിറ്റ്, ഒരു ഏകദേശം ലിമിറ്റിനോ അതിന് മുകളിലോ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമുണ്ടായിട്ടിരുന്നത്. എന്നാൽ ഇനി തൊട്ട് ഒരു ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പാൻ ആവശ്യമായിട്ടുണ്ടാകും. ഉദാഹരണത്തിന്
നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തോ ഒരു ഇൻഷുറൻസ് വാങ്ങുന്ന സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ഈ ഒരു പാൻ കാർഡ് ആവശ്യമായിട്ടുണ്ടാകും. ഇതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് ജസ്റ്റ് നിങ്ങളുടെ ഒരേ ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ജസ്റ്റ് ട്രാക്ക് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ എൻറ്റയർ ഫിനാൻഷ്യൽ ജേർണി തന്നെ അവർ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഏപ്രിൽ 1 തൊട്ട് പാൻ കാർഡ് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ടേം ഇൻഷുറൻസ് ലൈഫിൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല, അല്ലെ? അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് നിങ്ങളെ സഹായിക്കുന്നത്. പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ 1 കോടി രൂപയുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. മാത്രമല്ല സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ടും സ്ത്രീകൾക്ക് ആജീവനാന്തം 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടാതെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾക്കും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ആക്സിസ് മാക്സ് ലൈഫ് ഉറപ്പുവരുത്തുന്നു. കൂടാതെ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റേഷ്യോ ആയ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിലുണ്ട്. മാത്രമല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്ലാനുകൾക്ക് അടച്ച പ്രീമിയം 100% തിരികെ ലഭിക്കുന്ന സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിന്നും ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം വളരെ സൂക്ഷ്മമായിട്ട് കേൾക്കണം. ഇതുവരെയുള്ള ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, നിങ്ങളുടെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പാൻ കാർഡ് എടുക്കാവുന്ന ഒരു സാഹചര്യം ഇതുവരെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഏപ്രിൽ 1 തൊട്ട് ഇതിന് മാറ്റം വരാൻ പോവുകയാണ്. ഏപ്രിൽ 1 തൊട്ട് നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് മാത്രം പോരാ, നിങ്ങളുടെ ID പ്രൂഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ്, അതായത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ 10ാം തരത്തിന്റെ സർട്ടിഫിക്കറ്റ് ആകാം, പാസ്പോർട്ട് ആകാം, വോട്ടർ ID ആകാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. ഇവയിൽ ഏതെങ്കിലും ഒക്കെ ഇനി ആവശ്യമായിട്ടുണ്ടാകും. ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? പാൻ കാർഡ് ലഭിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്, കൂടുതൽ മോണിറ്റേർഡ് ആവാൻ പോവുകയാണ്, കൂടാതെ കൂടുതൽ വെരിഫൈഡ് ആവാൻ പോവുകയാണ്. മാത്രമല്ല മുൻപ് ലഭിച്ചിരുന്ന പാൻ കാർഡ് മുമ്പ് ലഭിച്ചിരുന്ന ഒരു വേഗത ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. കുറച്ച് ടൈം ഇതിനായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പുതിയ പാൻ ഫോം, മുമ്പ് കൊടുത്തിരുന്ന പാൻ ആപ്ലിക്കേഷൻ ഫോം അല്ല, ഇനി ഒരു പുതിയ ഒരു പാൻ ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ഇനി തൊട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അവയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മികച്ച രീതിയിൽ ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ തട്ടിപ്പുകൾ ഒഴിവാക്കാനും, മാത്രമല്ല പ്രോസസ് എല്ലാം കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാനും ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ പാൻ കാർഡിന്റെ രൂപം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് പാൻ കാർഡിൽ പാനിന്റെ ഉടമസ്ഥന്റെ അല്ലെങ്കിൽ ഉടമസ്ഥയുടെ പേര് ഒഴിവാക്കാനുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഫിസിക്കൽ ഐഡന്റിറ്റിക്ക് പകരം സിസ്റ്റം കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നത്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. അതായത് ഈ ഏപ്രിൽ 1, 2026 തൊട്ട് പാൻ കാർഡിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകൾക്ക് ഇനി മുതൽ പാൻ കാർഡ് ആവശ്യമില്ല. ദിവസേനയുള്ള ചിലവുകൾ ഇനി കൂടുതൽ ഹാസിൽ ഫ്രീ ആകും. അത് മാത്രമല്ല സാധാരണക്കാർക്ക് കൂടുതൽ ഉതകുന്ന രീതിയിലായിരിക്കും ഈ മാറ്റവും വരാൻ പോകുന്നത്. പക്ഷേ വലിയ വലിയ ട്രാൻസാക്ഷനുകൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല പുതിയ പാനുകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ട്. പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ രൂപം മാറാൻ പോവുകയാണ്. കൂടാതെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും പാൻ കാർഡ് തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവാനും പോവുകയാണ്. സോ വെറും ഒരു കാർഡ് എന്നതിലുപരി കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഹാബിറ്റിനെ തന്നെ ട്രാക്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഐഡന്റിറ്റി ആയിട്ട്, ഒരു കാർഡായിട്ട്, ഒരു സിസ്റ്റമായിട്ട് പാൻ കാർഡ് മാറാൻ പോവുകയാണ് ഏപ്രിൽ 1 പുതിയ നിയമം വരുന്നതോടുകൂടി. സോ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇൻഫർമേഷൻ ബാക്കിയുള്ള ആളുകളിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.